നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. നിലമ്പൂർ വിധി എന്തെന്നറിയാൻ ഇനി നേരം വെളുക്കുന്നത് വരെ മാത്രം കാത്തിരുന്നാൽ മതി. രാഷ്ട്രീയ ചൂട് വീശിയടിക്കുകയാണ്. സമർപ്പണവും തന്ത്രശുദ്ധിയും എല്ലാം ചേർന്ന പ്രചാരണവുമായി LDF സ്ഥാനാർത്ഥി സ്വരാജ് പ്രചരണത്തിൽ മുന്നേറുന്നത് നമ്മൾ കണ്ടു. മറുവശത്ത് UDF നേരിടുന്നത് LDFനെ മാത്രമല്ല, തങ്ങളുടെ തന്നെ നിഴലുകളെയും കൂടെയാണ്. ക്ഷേമ പെൻഷൻ കൈക്കൂലി വിവാദം, പകൽ വാതിലടച്ച് പാതിരാത്രി അൻവറിൻ്റെ കാല് പിടിക്കുന്ന രാഹുലിൻ്റെ ദൗർബല്യം, രാഹുലും ഷാഫിയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നേരിട്ട് തട്ടിക്കയറിയ അസഭ്യം നിറഞ്ഞ പ്രസംഗങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള തുറന്ന കൂട്ടുകെട്ട് കോൺഗ്രസിനെ വിവാദത്തിൻ്റെ ചൂളയിൽ ഉഴുതുമറിക്കുകയായിരുന്നു പ്രചരണ കാലഘട്ടത്തിൽ. വഴിക്കടവിൽ മരിച്ച അനന്തുവിൻ്റെ പേരിൽ നയിച്ച അതിക്രമ രാഷ്ട്രീയം കൂടി ഈ കണക്കിൽ ചേർക്കേണ്ടതാണ്. പാളം തെറ്റിയ ഒരു പ്രചാരണമാണ് UDFൻ്റെ ഭാഗത്ത് കണ്ടത്. ഇതിനിടെ അൻവർ UDFൻ്റെ വോട്ടുകൾ ചോർത്തിയെടുക്കുന്നതിൻ്റെ സൂചനകളും കണ്ടു. സ്വാഭാവികമായ ഭരണവിരുദ്ധതയുടെ ശക്തി കൂട്ടി നേട്ടമാക്കാനും ഇവർക്ക് ആയി എന്ന സൂചനകൾ ഇല്ല. ഹിന്ദു, ആദിവാസി, ക്രിസ്ത്യൻ വോട്ടുകൾ ചിതറുന്നതിനുള്ള സാധ്യതയും കൂടി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വോട്ടുകൾ ഒരുമിച്ച് കിട്ടേണ്ടിയിരുന്നത് UDFനായിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ശാസ്ത്രം. അവിടെ പക്ഷേ നിരാശയുടെ ചിത്രമാണിപ്പോൾ UDFന്. ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രബല വിഭാഗങ്ങൾ കാട്ടിയ നിശബ്ദത എന്തിൻ്റെ സൂചനയാണ് എന്ന് നാളെ അറിയാം. അതിനിടയിൽ കോലീബി നിലമ്പൂരിലും എന്ന് സൂചന നൽകി NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. ഷൗക്കത്ത് ജയിക്കണം എന്ന വാദവുമായി അൻവറും. എങ്കിലും ഇപ്പോഴത്തെ കണക്കുകളും ജനമനസ്സിൻ്റെ ഊർജവും പൊതു ട്രെൻഡും പറയുന്നത് നേരിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ സ്വരാജിനൊപ്പം ഉയരും എന്നാണ്. കൂട്ടലും കിഴിക്കലും രാവിലെ വരെ മാത്രം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. നിലമ്പൂർ വോട്ടെണ്ണലിൻ്റെ തലേന്നാൾ രാത്രിയുടെ പൾസ് എന്താണെന്ന് നോക്കാം. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIMന് വേണ്ടി അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് PM നിയാസ്, ഇടത് നിരീക്ഷകൻ ഡോക്ടർ KP പ്രേംകുമാർ എന്നിവർ. ഏറ്റവും ഒടുവിലെത്തിയ പ്രതികരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിൻ്റേതാണ്. മോഹൻ ജോർജ് പറയുന്നത് നിലമ്പൂരിൽ BJPയുടെ വോട്ടുകൾ, NDAയുടെ വോട്ടുകൾ ഷൗക്കത്തിന് പോയിട്ടുണ്ട് എന്നാണ്. ഷൗക്കത്തിന് ആ രീതിയിൽ ഷൗക്കത്ത് ജയിക്കണം എന്ന് വലതുപക്ഷം ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് മോഹൻ ജോർജ് തൻ്റെ തന്നെ ആളുകളെ കോട്ട് ചെയ്ത് പറയുന്നത്. മോഹൻ ജോർജിൻ്റെ ആ വാക്കുകളിലേക്ക് പോയിട്ട് ചർച്ചയിലേക്ക് വരാം. ചിലപ്പോൾ ഞങ്ങൾക്ക് വിജയസാധ്യത ഇല്ലെന്ന് കണ്ട് വോട്ട് മറിച്ച് കുത്താനുമുള്ള ചില സാധ്യതകൾ ഞാൻ ഇന്നലെ എനിക്ക് കിട്ടിയ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വലതുപക്ഷത്തിന് വോട്ട് ചെയ്തവരുണ്ട് എന്നെനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു. കാരണം അവർക്ക് എന്തായാലും ഇടതുപക്ഷം വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിൽ ഷൗക്കത്തിന് വോട്ട് ചെയ്തവരും ഉണ്ട്. അങ്ങനെ ഒരു ഇതാണ് കാര്യങ്ങൾ കാണുന്നത്. അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, CPIMൻ്റെ സാധ്യതകളൊക്കെ നമ്മൾ പല നിരീക്ഷണങ്ങളിലും കാണുന്നുണ്ട്. അതാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പക്ഷേ NDA സ്ഥാനാർത്ഥിയുടെ ഈ വെളിപ്പെടുത്തൽ കൂടി വരുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ നാളെ രാവിലെ വോട്ടെണ്ണുന്നതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ രാത്രിയിൽ എന്താണ്? വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം നടക്കുന്ന ഒരു ചർച്ചയാണ് ഈ ചർച്ച. ഞാൻ നേരത്തെ തന്നെ ഞങ്ങളുടെ നേതാക്കന്മാർ, അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരായി നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആ രാഷ്ട്രീയ വഞ്ചനയെ പരമാവധി പ്രോത്സാഹിപ്പിച്ച ഐക്യജനാധിപത്യ മുന്നണി, അതിൻ്റെ നേതാക്കന്മാർ ഒരു ഘട്ടത്തിൽ, ആ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ BJP ഐക്യജനാധിപത്യ മുന്നണിയെ കൈമെയ് മറന്ന് സഹായിക്കുന്നതിന് വേണ്ടി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്ന് വരെ ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് ഇപ്പോൾ വോട്ടെണ്ണുന്നതിന് തൊട്ട് മുൻപേ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച മോഹൻ ജോർജിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് തുടക്കത്തിൽ മുതൽ ലഭിച്ച സ്വീകാര്യത നമുക്കറിയാം. മറ്റേതൊരു സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നതിനേക്കാൾ കേരളം ഏറ്റവും പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന യുവ നേതാക്കന്മാരിൽ പ്രധാനിയായിട്ടുള്ള സഖാവ് എം സ്വരാജ് നിലമ്പൂർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുതൽ കേരളം മുഴുവനും, നിലമ്പൂർ മാത്രമല്ല കേരളം മുഴുവനും ആ സ്ഥാനാർത്ഥിത്വത്തെ വളരെ ഹൃദയ വികാരതയോടുകൂടി സ്നേഹവായ്പോടുകൂടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഓരോരുത്തരും കണ്ടത്. തീർച്ചയായും സ്ഥാനാർത്ഥിയോട് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മാധ്യമപ്രവർത്തകർ, എത്രയാണ് വോട്ടിൻ്റെ ഭൂരിപക്ഷം? അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു, ഭൂരിപക്ഷത്തിൻ്റെ കാര്യമല്ല, മറിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കുന്ന ഞാൻ വോട്ടിൻ്റെ എണ്ണം പറയുന്നില്ല, നല്ല മാർജിനിൽ വിജയിച്ചു വരും. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ റോള് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാം. ഏറ്റവും അവസാനം ഡോക്ടർ ശശി തരൂർ MP അടക്കമുള്ള ആളുകൾ നടത്തിയ പ്രസ്താവന, അവരെപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്ഥാനത്തും അസ്ഥാനത്തും പ്രത്യക്ഷമായും പരോക്ഷമായും കുറ്റപ്പെടുത്താൻ തീരുമാനിക്കുമ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഡോക്ടർ ശശി തരൂർ പറഞ്ഞു, എന്നെ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാക്കുന്നതിന് പോലും അനുവദിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. പരസ്യമായി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും ആട്ടിപ്പായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്രസ്താവനകൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള റോളിനെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ടുന്നൊരു കാര്യവും കൂടെ ഉണ്ട്. എന്തു തന്നെയായിരുന്നാലും ശരി, ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പോടുകൂടി കൂടുതൽ ശിഥിലമാകുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ശിഥിലമാക്കലിൻ്റെ ആക്കം കൂട്ടലായിരിക്കും നിലമ്പൂരിൽ നാളെ രാവിലെ വരാൻ പോകുന്ന റിസൾട്ട്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇനി ഏത് വർഗീയ വൈതാടികന്മാരുമായും ഐക്യജനാധിപത്യ മുന്നണി കൂട്ടുകൂടിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മെച്ചപ്പെട്ട നിലയിലുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ ഞങ്ങളോടൊപ്പം അക്കാര്യത്തിൽ നിലകൊള്ളും എന്ന ഉറച്ച വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ശരി, അഡ്വക്കേറ്റ് PM നിയാസ്, ആദ്യഘട്ടത്തിലെ പ്രതികരണം ഇതാണ്. ഈ പ്രതികരണം NDA സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം ഞാൻ താങ്കളെ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1991 കാര്യങ്ങളിലേക്കൊക്കെ ഇതിനകം നിരീക്ഷകരൊക്കെ പോയ ഒരു ഘട്ടം കൂടിയുണ്ട്. വടകര ബേപ്പൂർ മോഡൽ ഒക്കെ നിലമ്പൂരിലേക്കും വരുന്നോ എന്ന ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പാകത്തിൽ NDA സ്ഥാനാർത്ഥിയാണ്. ഇടതുപക്ഷത്ത് നിന്ന് നിങ്ങളുടെ രാഷ്ട്രീയ വിരോധം തീർക്കാനായി ഒരു പ്രതികരണം വന്നതല്ല, NDA സ്ഥാനാർത്ഥി തന്നെ അവിടെ നിന്ന് പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുകൂടി താങ്കളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ നാളെ രാവിലെ എണ്ണുന്നതിന് മുമ്പ് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്ന് ചോദിക്കുകയാണ് ഒരിക്കൽ കൂടി. നോക്കൂ ലാൽ, ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു, ജയം ഞങ്ങൾക്ക് അനുകൂലമാണ്, ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണ്. നാളെ ഏതായാലും 8 മണിക്ക് ആരംഭിച്ച ഒരു 10 മണിയോട് കൂടി നമുക്ക് റിസൾട്ടിൻ്റെ ഏതാണ്ട് ധാരണ നമുക്കുണ്ടാകും. ഞങ്ങൾക്കറിയാം, കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന 2ാം പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ 1-2 പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ ജനങ്ങൾക്ക് അവരോടുള്ള നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെടുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് തൃക്കാക്കരയിലുണ്ടായി, പുതുപ്പള്ളിയിലുണ്ടായി, പാലക്കാടുണ്ടായി, വയനാട് പാർലമെൻറ്റ് ബൈ ഇലക്ഷനിൽ വരെ അതുണ്ടായി. അത് ഇത്തവണ നിലമ്പൂരിലും ഉണ്ടാകും. ഞങ്ങൾക്കൊരു സംശയം വേണ്ട. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ ജയിച്ചത് LDF ആണ്. LDFിൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ജയിച്ച വോട്ടിൻ്റെ എണ്ണം 2750 അതിനു മുമ്പ് ഏതാണ്ട് 11,000 വോട്ടിനാണ് 2016 അദ്ദേഹം ജയിച്ചത്. ആ 2011 ആര്യാടൻ മുഹമ്മദ് സാർ അവസാനമായി ജയിച്ചത് 5598 വോട്ടിനാണ്. ഇത്തവണ 1,74,667 വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ പോൾ ചെയ്തതിനേക്കാളും കൂടുതൽ വോട്ട് ഇത്തവണ പോൾ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കണ്ടശമായി പറയാം, ഇത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മികവായി ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞു, സ്ഥാനാർത്ഥിയല്ല, ഇത് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഭരിക്കുന്ന പിണറായിസത്തിനെതിരായുള്ള തെരഞ്ഞെടുപ്പാണ്. ആ പിണറായിസത്തിനെടുത്ത് താങ്കൾ പറഞ്ഞല്ലോ, BJPയുടെ സ്ഥാനാർത്ഥി ഈ ഞങ്ങളുടെ വോട്ടുകൾ പോയിന്ന്. BJPയുടെതെല്ലാം ലാലിന് സംശയം വേണ്ട. നാളെ വോട്ട് പെട്ടി പൊളിക്കുമ്പോൾ പൊളിയാൻ പോകുന്നത് LDFിൻ്റെ വോട്ടുകളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ CPMന് കിട്ടിയ വോട്ടുകൾ, LDFിന് കിട്ടിയ വോട്ടുകൾ പപ്പടം പൊടിയും പോലെ പൊടിഞ്ഞ് അതെല്ലാം UDFിൻ്റെ പെട്ടിയിലേക്ക് വരുന്ന കാഴ്ചയാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം പ്രതീക്ഷയുള്ളത് UDFിനെ കുറിച്ചാണ്.
അത് ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരായും കേരളം ഭരിക്കുന്ന പിണറായി സത്തിനെതിരായുള്ള വിധിയെഴുത്താണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ, വഴിക്കടവിൽ 1200 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ടാകും, എഴുതി വെച്ചോളൂ. മൂത്തേടം 2500 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകും. എടക്കരയിൽ 1400 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകും. പോത്തുകല്ല് 800 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകും. ചുങ്കത്തറയിൽ 1100 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകും. നിലമ്പൂരിൽ 3500 വോട്ടിന് വരെ ഭൂരിപക്ഷം ഉണ്ടാകും. കരുളായിൽ 700 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടാകും. അമരമ്പലത്തിൽ 1200 വോട്ട് ഉണ്ടാകും. അങ്ങനെ വന്നാൽ 12,000-നും 13,000-നും ഇടയിൽ ഭൂരിപക്ഷം ഞങ്ങളുടെ കണക്കാണ്. ജനങ്ങളുടെ കണക്ക് ഇതിന് മുകളിലാണ്. അതുകൊണ്ടാണ് ഈ വോട്ടിനും കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ തവണ കോഴിക്കോട് പാർലമെൻറ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിരുന്നു. അന്ന് ഞങ്ങളുടെ കണക്ക് 80,000 വോട്ടാണ്. ഞങ്ങൾ 80,000 വോട്ട് ജയിക്കുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ജയിപ്പിച്ചത് 1,40,000-ലാണ്. കഴിഞ്ഞ തവണ പാലക്കാട് ഞങ്ങൾ പറഞ്ഞത് 15,000 വോട്ടിന് താഴെ ജയിക്കുമെന്നാണ്. എന്നാൽ 18,000 മേലെ 19,000-ന് വോട്ടുകൾക്കാണ് ജയിച്ചത്. കഴിഞ്ഞ തവണ ഞങ്ങൾ നമ്മുടെ പുതുപ്പള്ളിയിൽ ഞങ്ങൾ 25,000 വോട്ട് ജയിച്ചു. ഞങ്ങളാരും 25,000 അവകാശപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് തൃക്കാക്കരയിൽ 25,000 വോട്ടിനടുത്ത് ഭൂരിപക്ഷം നമുക്ക് ലഭിച്ചു. ഞങ്ങളാരും 16,000 വോട്ടിന് കൂടുതൽ കിട്ടുമെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. അതാണ് ലാലെ ഈ ചേലക്കരയിലും താങ്കൾക്ക് ചാർജ് ഉണ്ടായിരുന്ന ചേലക്കരയിലും നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചു. ഞാൻ പറയാം ഞാൻ പറഞ്ഞു 39,000 വോട്ടിനാണ് കഴിഞ്ഞ തവണ രാധാകൃഷ്ണൻ ജയിച്ചത്. അത് 12,000 ആക്കി ചുരുക്കി, 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായി ചുരുക്കി. 39-ൽ നിന്ന് 12-ലേക്ക് പോകുമ്പോൾ എത്ര ആയിരക്കണക്കിന് വോട്ടാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? ഞങ്ങൾ പറഞ്ഞല്ലോ, അത് നിങ്ങളുടെ പാർട്ടിയുടെ മാത്രം കഴിഞ്ഞ 40 വർഷമായി നിങ്ങളുടെ പാർട്ടി മാത്രം ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയോജകമണ്ഡലത്തിൽ നിങ്ങളുടെ വോട്ട് 39,000-ൽ നിന്നും 12,000-ആയി കുറച്ചു എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മേന്മയാണോ, നിങ്ങളുടെ നേട്ടമാണോ? ആ നേട്ടമല്ലല്ലോ. അതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞാൻ ഓരോ പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. നിങ്ങളിപ്പോൾ പറയുമ്പോൾ അമരമ്പലം ഞങ്ങൾ ഭൂരിപക്ഷം നേടും. നിങ്ങൾ പറയാൻ പോകുന്നത് ഇവിടെയാണ് നമ്മുടെ കരുളായി ഞങ്ങൾ ഭൂരിപക്ഷം നേടും. നിലമ്പൂർ മിനിമം 12,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അഡ്വക്കേറ്റ് PM നിയാസ് നിങ്ങൾ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതിന് നിങ്ങൾ തേടിയ സാധ്യതകൾ അതുകൂടി പറയണമല്ലോ. നിങ്ങൾ തേടിയത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയെ ചരിത്രത്തിൽ ആദ്യമായി നിങ്ങളുടെ കൂട്ടത്തിലേക്ക് പെടുത്തിയിരിക്കുന്നു, നിങ്ങളുടെ അസോസിയേറ്റ് മെമ്പർ ആക്കിയിരിക്കുന്നു. അൻവറിനെ പോലും നിങ്ങൾ അസോസിയേറ്റ് ആക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ കൂട്ടത്തിൽപ്പെടുത്തി. അതുപോലെ അൻവറുമായിട്ടുള്ള രാത്രി ഇടപെടലുകൾ പുറത്തേക്ക് വന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അതും മുന്നോട്ട് പോയേനെ എന്നുള്ളത്. അതുപോലെ മറ്റ് തരത്തിൽ നിങ്ങൾ വോട്ടുകൾ നേടാൻ പല രീതിയിൽ ശ്രമിക്കുന്നു എന്നുള്ളത് ഇതിനകം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഏതു വിധേനയും ഇടത് സ്ഥാനാർത്ഥിക്ക് പരാജയം ഉണ്ടാകുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി നിങ്ങൾ BJPയുടെ കൂടി കോലീബി എന്ന വാക്ക് നിലമ്പൂരിലും കൊണ്ടുവരാൻ BJPയുടെ കൂടി സഹകരണം തേടിയിട്ടുണ്ട് എന്നതാണോ ഇപ്പോൾ കാണേണ്ടത്? ആ അർത്ഥത്തിൽ BJP സ്ഥാനാർത്ഥി പറയുമ്പോൾ ഔദ്യോഗികമായി നിങ്ങളുടെ ഒരു പ്രതികരണം വരേണ്ടതുണ്ട്. നോക്കൂ, ഞാനതിന് മറുപടി പറയാം. എൻ്റെ ലാലിനോട് എനിക്ക് പറയാനുള്ളത്, ലാലെ, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ വെൽഫെയർ പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയാണ് ഞങ്ങൾ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയുടെ പിന്തുണ കഴിഞ്ഞ 2019 വരെ എല്ലാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അല്ല, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയട്ടെ ലാലെ, അസ്വസ്ഥനാകല്ല. ഞാൻ പറയട്ടെ, എൻ്റെ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 2015 നടന്ന തെരഞ്ഞെടുപ്പിൽ മുക്കം മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ മുനിസിപ്പാലിറ്റി ഉണ്ട്. ആ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങളുടെ ഘടകകക്ഷി ആരായിരുന്നു അറിയുമോ? ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നിങ്ങൾ വിജയിച്ച സ്ഥാനാർത്ഥിയെയും കൊണ്ട് ഔദ്യോഗികമായി ജമാഅത്തെ ഇസ്ലാമി LDFന്റെ ഘടകകക്ഷിയായി പാർട്ണറാണ് എന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ പറയാം, മുക്കത്തെ ജമാഅത്തെ ഇസ്ലാമി ഘടകകക്ഷിയായിട്ട് ഞാനത് പറയാം. അത് കൂടാതെ കഴിഞ്ഞ എൻ്റെ ജില്ലയിൽ രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. നാദാപുരം നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പുണ്ടായിരുന്ന അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും, ആ രണ്ട് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ BJPയുടെ 3800 വോട്ടുകൾ കാണുന്നില്ല. നിങ്ങൾ 3200 വോട്ടിലാണ് ജയിച്ചത്. അതുപോലെ കുറ്റ്യാടിയിൽ നിങ്ങളുടെ BJPയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാളും 1800 വോട്ടുകൾ അവർക്ക് കാണുന്നില്ല.
ആ വോട്ട് നിങ്ങൾ 300 ജില്ലാണ് വോട്ടിലാണ് നിങ്ങൾ ജയിച്ചത്. ശരി, അപ്പോൾ നാളെ എണ്ണുമ്പോൾ ബിജെപിയുടെ വോട്ടുകൾ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് താങ്കൾ ഉറപ്പിക്കുമോ? അതോ മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥി ഇപ്പോൾ പരാജയപ്പെട്ടതുപോലെ ആ വോട്ടുകൾ നിങ്ങളെ സമയം തന്നാൽ നിങ്ങൾ കേക്ക് ഈ നിങ്ങളുടെ മന്ത്രിയായ രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ മണ്ഡലത്തിൽ BJPക്ക് കഴിഞ്ഞതിന് മുമ്പത്തെ തവണ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ കിട്ടിയ വോട്ടുകളുടെ കുറവ് ഞാനിവിടെ പറയാം. 29 മണ്ഡലങ്ങളിൽ ഞാൻ പറയാം. ആ വോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒലിച്ചു പോയതല്ല. ആ വോട്ട് കൃത്യമായി അത് LDFന്റെ പാനലിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരി, ആദ്യഘട്ടത്തിൽ ഞാൻ താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം മുഴുവനും പറയാനുള്ള എല്ലാ അവസരവും സമയവും തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ബന്ധമുണ്ടാക്കിയിരുന്നു എന്ന് സഖാവ് ഗോവിന്ദനെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചത്. അതുകൊണ്ടാണ് സഖാവ് ഗോവിന്ദന്റെ പ്രസ്താവന ഞങ്ങൾ മുമ്പ് ബിജെപിയുടെ വോട്ട് ആർക്കാണ് കിട്ടിയത് എന്നുള്ളത് തെളിഞ്ഞല്ലോ. ബിജെപിയുടെ വോട്ട് ഷൗക്കത്തിനാണ് ചെയ്തിരിക്കുന്നത് എന്ന് സ്ഥാനാർത്ഥി തന്നെ പറയുന്ന ഒരു ഘട്ടം വന്നല്ലോ. ഞാൻ വരാം. RSSുമായി പറഞ്ഞത് ഓർമ്മിപ്പിച്ചത് RSSന്റെ വോട്ടുകൾ ലഭിക്കാൻ വേണ്ടിയാണ്. ഡോക്ടർ KP പ്രേംകുമാർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഈ വാദങ്ങളൊക്കെ കേട്ടല്ലോ. ഇനിയിപ്പോൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ ആരാണ് വിജയി എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇതാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നു. നിലമ്പൂരിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് പതിവിന് വിപരീതമായി UDF പ്രതിരോധത്തിലാകുന്ന മാധ്യമങ്ങൾ UDFന് ഒപ്പം നിൽക്കാൻ ഭയപ്പെട്ട് ആ വിവാദങ്ങളിൽ അവർ പക്ഷം ചേരാത്ത ഒരു ഘട്ടം കൂടി നമ്മൾ കണ്ടതാണ്. ഈ ക്ഷേമ പെൻഷൻ്റെ കൈക്കൂലി വിവാദം തൊട്ട് ഇങ്ങോട്ട് വഴിക്കടവിലെ കുട്ടി മരിച്ചപ്പോൾ അവിടെ ഉണ്ടായ പ്രതിഷേധത്തിൻ്റെ ജനവിരുദ്ധമായ നടപടികൾ തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ടിൻ്റെ കാര്യത്തിൽ ഒക്കെ നമ്മൾ കണ്ട കാഴ്ചകൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 12,000 വോട്ടിന് ഞങ്ങൾ മിനിമം അത്രയും വോട്ടിന് ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കാൻ പോകുന്നു എന്ന് UDF പറയുന്നു. ഞങ്ങൾ ജയിക്കും എന്ന് LDFും ഇപ്പോൾ പറയുന്നുണ്ട്. D. സുരേഷ് കുമാറും ആ അർത്ഥത്തിൽ ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുണ്ട്. താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു ഈ ഘട്ടത്തിൽ? ഡോക്ടർ ലാൽ, വോട്ടുകളെല്ലാം പെട്ടിയിലായി കഴിഞ്ഞതിന് ശേഷം ആര് ജയിക്കും ആര് ജയിക്കില്ല എന്ന് തർക്കിക്കുന്നതിന്റെ അർത്ഥശൂന്യത ഞാനത് ലാല് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. രണ്ടാമത്തത്, ഞാനൊരു സെഫോളജിസ്റ്റ് അല്ല. അതായത് പെർസെൻറ്റേജിലെ കുറവ് ഇന്ന പഞ്ചായത്തിൽ അങ്ങനെയൊന്നും പറയാനോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ മെറിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയും നോളജും എനിക്കില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എല്ലാവർക്കും അറിയുന്ന പോലെ എനിക്കും അറിയുന്ന ഒരു കാര്യം, ഇലക്ഷനിയറിംഗ് എന്നുള്ളത്, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക എന്നുള്ളത്, അത് കോൺഗ്രസിനെ സംബന്ധിച്ചിരുന്നാലും CPMനെ സംബന്ധിച്ചെടുത്തായിരുന്നാലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമാണ്. നിയമനിർമ്മാണം പോലെ എന്താ പറയാ, രാജ്യത്തുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള സമരം പോലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ അത് മാത്രമല്ല ആത്യന്തികമായ കാര്യം ഏത് പാർട്ടിക്കായിരുന്നാലും. പക്ഷെ ഇപ്പൊ കുറച്ച് കാലമായിട്ട് സെക്കൻഡ് ടേമിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു കാര്യം, യാതൊരു മടിയില്ലാതെ UDFന്റെ നേതാക്കന്മാർ, അത് ലീഗിന്റെ ആളുകളായിരുന്നാലും കോൺഗ്രസിന്റെ ആളുകളായിരുന്നാലും അധികാരമില്ലാതെ നിൽക്കാൻ പറ്റില്ല എന്ന് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം സതീശനിസം ഉണ്ടോ എന്ന് ഉള്ള ഒരു ചോദ്യത്തിനോട് K. മുരളീധരന്റെ മറുപടി, ഞങ്ങൾ 9 കൊല്ലമല്ലോ അധികാരമില്ലാതെ, പിന്നെ എന്ത് ഇസം എന്നാണ്. ഇന്ത്യയിൽ ആദ്യം തന്നെ വന്നിട്ടുള്ള ഇസം എന്നുള്ളത് ഗാന്ധിസം എന്ന് പറഞ്ഞ സാധനമാണ്. അതിന് ആ അർത്ഥത്തിൽ അധികാരമായിട്ട് ഒരു ബന്ധമില്ല. അധികാരം ഉണ്ടോ അധികാരം ഇല്ല എന്നുള്ളതും ഇസവുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. UDFന്റെ വളരെ ദയനീയമായ ഒരു അവസ്ഥയുണ്ട്. അതായത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജയിച്ചേ മതിയാവുള്ളൂ. PV അൻവർ തവനൂർ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയ സമയത്ത് ഇറങ്ങിയപ്പോൾ പത്രക്കാരോട് സംസാരിക്കുമ്പോൾ ആരാധ്യനായ പാണക്കാട് തങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ 2 ടേമായിട്ട് അധികാരത്തിന് പുറത്തു നിൽക്കുകയാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാൻ പറ്റുന്ന ആരുമായിട്ട് നമ്മൾ കൂടും എന്ന്. ഇത് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാറുണ്ടെങ്കിലും ഇത്ര ഓപ്പൺ ആയിട്ട് ഇത് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇനി ഈ ഇലക്ഷന്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ടേം CPMന്റെ സഹയാത്രികനായിരുന്ന CPM LDFന്റെ MLA ആയിരുന്ന PV അൻവർ ഒരൊറ്റ ദിവസം ഒരു U-ടേൺ അടിച്ചിട്ട് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ CPMന്റെ ഏറ്റവും ഉന്നതനായ നേതാവായിട്ടുള്ള പിണറായി വിജയനെതിരെ, P. ശശിക്കെതിരെ, പോലീസിനെതിരെയൊക്കെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായ ഒരു ഇലക്ഷനാണ്. വേറെ അർത്ഥം പറഞ്ഞാൽ LDFനെ വളരെ ഡിഫെൻസീവിലാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിലമ്പൂരിലേത്. ആ കോൺടെസ്റ്റിലാണ് PV അൻവർ അവിടെ വലിയൊരു പൊതുയോഗമൊക്കെ സംഘടിപ്പിക്കുന്നത്, ചാനലുകളെല്ലാം അത് ലൈവായി കവർ ചെയ്യുന്നതും.
പക്ഷെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ CPM-കാരൻ പോലും ഒരൊറ്റ LDF-കാരൻ പോലും ആ പരിപാടിക്ക് പോലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ബൈ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ പൊളിറ്റിക്കൽ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് PV അൻവർ എന്നുള്ള ഒരു ഫാക്ടർ അല്ലാതാവുക എന്നുള്ളതാണ്. ഈ ഇലക്ഷൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിണറായി വിജയനാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹത്തെ കരുവേപ്പില പോലെ ആക്കിയല്ലോ എന്ന്. അദ്ദേഹം തന്നെ, അൻവർ തന്നെ പറഞ്ഞു, CM എന്നെ പറ്റി പറഞ്ഞത് സത്യമാണ് എന്നുള്ളത്. അപ്പൊ PV അൻവർ എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ത്രെറ്റ് നിലമ്പൂരിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളിടത്ത് LDF ഈ ഇലക്ഷനിൽ വിജയിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് തന്നെ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഇപ്പൊ അദ്ദേഹം അസുഖമായിട്ട് ലീവിലാണ്, മലപ്പുറം ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നത് വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്നാണ്. M സ്വരാജ് ആവർത്തിച്ചു പറഞ്ഞത് എല്ലാ മനുഷ്യരുടെ വോട്ടും വേണം, പക്ഷെ വർഗീയവാദികളെ ഞങ്ങൾ മനുഷ്യരായി കണക്ക് കൂട്ടുന്നില്ല, വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്നാണ്. നിലമ്പൂരിൽ വന്ന് ക്യാമ്പയിൻ നടത്തിയ മുഖ്യമന്ത്രിയും ആവർത്തിച്ചു പറഞ്ഞ കാര്യം അതായിരുന്നു, വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടതില്ല എന്ന്. ഇന്നത്തെ BJP കാൻഡിഡേറ്റിന്റെ ആ ഒരു റിപ്പോർട്ടർ TVയോടുള്ള ബൈറ്റിൽ നിന്ന് അദ്ദേഹം തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. സാധാരണ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം UDF ആരോപിക്കും BJPയുടെ വോട്ട് LDF-ന് ചെയ്തിട്ടുണ്ടെന്ന്, LDF പറയും BJPയുടെ വോട്ട് UDF-ന് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് മെനഞ്ഞാന്ന് വരെ UDF-കാരനായിരുന്ന ഒരാള് BJPയുടെ കാൻഡിഡേറ്റ് ആയിട്ട് വന്നിട്ട് അയാൾ പറയാണ് CPM-നെ തോൽപ്പിക്കാൻ വേണ്ടി BJP-ക്കാര് ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ടെന്ന്. റിസൾട്ട് വരുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെയാണ് പറയുന്നത്, BJPയുടെ കാൻഡിഡേറ്റ് ആണ് പറയുന്നത്. വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണച്ചു എന്ന് മാത്രമല്ല, വെൽഫെയർ പാർട്ടിക്കാർ UDF-ന് വോട്ട് ചെയ്തു എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് VD സതീശൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു പക്ഷത്ത് ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പുറത്ത് BJPയുടെ വോട്ടും, ഇതൊന്നും CPM-ന്റെ ആരോപണമല്ല, കൈരളി TVയുടെ ആരോപണമല്ല, അതിന്റെ അതോറിറ്റേറ്റീവായ ആളുകൾ തന്നെ പറയുന്ന ഒരു സിനാരിയോയാണ് അപ്പുറത്തുള്ളത്. മൂന്നാമത്തെ കാര്യം, എങ്ങനെയാവണം ഒരു ഇലക്ഷൻ എന്നുള്ളത്, ഇലക്ഷനിലെ ഡിസ്കോഴ്സ് എങ്ങനെയാവണം എന്നുള്ളത്, ഡിബേറ്റ് എങ്ങനെയാവണം എന്നുള്ളതിന്റെ വളരെ മനോഹരമായ ഒരു മോഡൽ നിലമ്പൂർ ബൈ ഇലക്ഷനിലൂടെ സഖാവ് സ്വരാജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അപ്പുറത്തുള്ള ആളുകൾക്ക് വരെ, UDF-ന്റെ ആളുകളും ലീഗിന്റെ നേതാക്കന്മാരും വരെ അംഗീകരിക്കുന്ന രീതിയിൽ. ആര്യാടൻ ഷൗക്കത്ത് ആ കാര്യത്തിൽ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ UDF-ന്റെ റാങ്ക് ആൻഡ് ഫയൽ അങ്ങനെ ആയിരുന്നില്ല. നിലമ്പൂർ ഇലക്ഷൻ പ്രോസസ്സിൽ നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ ഉന്നതമായ ജനാധിപത്യത്തിന്റെ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം പോസിറ്റീവായി ക്രിയേറ്റീവായി കണ്ടുകൊണ്ട് ഒരു തേർഡ് റേറ്റ് പൊളിറ്റിക്സിലേക്ക് ഒരു കാരണവശാലും പോവാത്ത രീതിയിൽ M സ്വരാജ് എന്നുള്ളൊരു കാൻഡിഡേറ്റും അതിനോട് ചേർന്ന് നിൽക്കുന്ന LDF ക്യാമ്പയിനും, അപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേച്ചർ ഉണ്ട് നമുക്കറിയാം. ഒരുപക്ഷെ എന്താ പറയാ, പന്നിക്കെണി വിവാദത്തിൽ അന്ന് രാത്രി ഉണ്ടാക്കിയ ഇടപെടൽ ഒഴികെ ത്രൂ ഔട്ട് വളരെ ഡീസന്റ് ആയി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി. പക്ഷെ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇറങ്ങിയ പിന്നെ എന്താ പറയാ KPCC രമേശ് ചെന്നിത്തലയും VD സതീശനൊക്കെ പറഞ്ഞ ജൂനിയർ MLA-മാരും കൊച്ചുകുട്ടികളൊക്കെ കാണിച്ച കുറെ കോപ്രായത്തരങ്ങൾ ആ ഒരു സ്റ്റേച്ചറിന് അല്ലാത്ത രീതിയിലാവുകയും ചെയ്ത് ഇലക്ഷൻ കാണുന്ന ആളുകൾ ഇങ്ങനെ ആവണം തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ ആവണം ഡിസ്കോഴ്സ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളിൽ LDF എന്നുള്ളത് നിലമ്പൂർ ഇലക്ഷൻ കോണ്ടെക്സ്റ്റിൽ ആളുകളുടെ ഇവാലുവേഷനിൽ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി 2000 വോട്ടിനാണോ 3000 വോട്ടിനാണോ 4000 വോട്ടിനാണോ ആരാണ് ജയിക്കുക എന്നുള്ളത് ഇതിന്റെ അകത്തുള്ള സെക്കൻഡറി കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഡെവലപ്മെന്റ്സ് മാത്രം ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വർഗീയ ശക്തികൾക്കെതിരെ നിലപാടെടുക്കേണ്ടതിന്റെ കർശനമായ നിലപാടെടുക്കേണ്ടതിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകളും ഈ രണ്ട് സംഗതികളും വെച്ച് മാത്രമാണ് LDF അവിടെ ഇലക്ഷൻ നേരിട്ടുണ്ടായിരുന്നത്. UDF പതിവ് പോലെ ഇവർ പറയുന്നത് പാലക്കാട്ടും അവിടെയൊക്കെ ചെയ്ത മാതിരിയിൽ തന്നെ എല്ലാവിധ ആയുധങ്ങളും അത് നാളെ എന്ത് കുഴപ്പമുണ്ടാക്കും, എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കും, കോൺഗ്രസിന്റെ പ്രിൻസിപ്പിളിനെ എത്രത്തോളം എതിരാവുമെന്നൊന്നും ആലോചിക്കാതെ അതിഭീകരമായിട്ടുള്ള സ്ട്രാറ്റജിയിൽ മാത്രം ഊന്നിയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി ഇവിടുന്ന് ഇപ്പം അഡ്വക്കേറ്റ് നിയാസും VD സതീശനും പറഞ്ഞ കാര്യം ശരിയാണെന്ന് ഈ സമയം വരെ പറഞ്ഞിട്ടില്ല മുസ്ലിം ലീഗോ മുസ്ലിം ലീഗിന്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടിയോ. 19-ന് ശേഷം നമുക്ക് മെല്ലെ പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലോ ഇഷ്യൂസ് അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇന്ന് PV അൻവർ പറയുന്നു AP അനിൽകുമാറാണ് ഇദ്ദേഹത്തെ തോൽപ്പിച്ചതെന്ന്, ഇദ്ദേഹത്തെ എന്താ പറയാ തോൽപ്പിക്കാൻ ശ്രമിച്ചതെന്ന്, ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് AP അനിൽകുമാർ ശ്രമിച്ചതെന്ന് പറയുന്നത് നമുക്കറിയില്ല. ഇതൊക്കെ ഇവരുടെ ഗാങ്ങിന്റെ ഉള്ളിൽ നിന്നുള്ള സംഗതികളാണ്. ആ തരത്തിലുള്ള ഒരു സൈഡും വളരെ ക്ലിയർ ആയി പൊളിറ്റിക്സ് പറഞ്ഞിട്ടുള്ള ഒരു LDF തമ്മിലുള്ള മത്സരമാണ് നടന്നിട്ടുള്ളത്. ഇനി എന്തോ ആവട്ടെ, അത് എന്താ പറയാ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മുന്നണിയുടെ പൊളിറ്റിക്കൽ ഇമേജിനെ മോശമായിട്ട് ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
ഡോക്ടർ കെ പി പ്രേംകുമാർ, ഞാൻ വരാം. അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, നോക്കൂ, ഇതൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ അർത്ഥത്തിലാണ് അവിടെ ഒരു കൃത്യമായ ഡിസിപ്ലിനോട് കൂടിയുള്ള ഒരു പുതിയൊരു മോഡൽ സെറ്റ് ചെയ്തുകൊണ്ടുള്ള സ്ഥാനാർത്ഥിയെക്കുറിച്ച് PM നിയാസിന് പോലും എതിരഭിപ്രായം പറയാനില്ല. ഇവിടെ അവരുടെ സ്ഥാനാർത്ഥിയെ മുമ്പിൽ നിർത്തി എന്നുള്ളതിനേക്കാൾ അപ്പുറം എന്താണ് ആ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചതെന്ന് ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരുപാട് ഗുണങ്ങൾ ഇപ്പുറത്തുണ്ടെങ്കിലും അതിനപ്പുറം ഇപ്പോൾ UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായിസത്തിനെതിരെയുള്ള എന്ന് പറഞ്ഞുകൊണ്ട് പുതുപ്പള്ളിയിലും മറ്റുള്ളിടത്തുമൊക്കെ ഞങ്ങൾ ജയിച്ച ചരിത്രം, ആ ചരിത്രം ഇവിടെ ആവർത്തിക്കാൻ പോകുന്നു. അതിന് മിനിമം 12,000 വോട്ടുകൾ എന്ന കണക്കും അദ്ദേഹം വച്ചിട്ടുണ്ട്. അതിന് മറുപടി ഉണ്ടോ? അല്ല, അദ്ദേഹം പറയുന്ന സന്ദർഭത്തിൽ തന്നെ വളരെ വ്യക്തമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് PM നിയാസ് ഇവിടെ സൂചിപ്പിച്ചു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോ ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളെ സംബന്ധിച്ചോ അദ്ദേഹം ഒരു വാക്കുപോലും ഇവിടെ പറഞ്ഞിട്ടില്ല. അതിനപ്പുറത്തേക്ക് അവർ ഉണ്ടാക്കിയിട്ടുള്ള രഹസ്യ ബാന്ധവങ്ങളെ സംബന്ധിച്ചാണ്, അതിലാണ് അവർ പ്രതീക്ഷ അർപ്പിച്ച് അവരുടെ വോട്ടിംഗ് നിലയും അതിൻ്റെ ശരാശരിയുമൊക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, തുടർച്ചയായി ഐക്യജനാധിപത്യ മുന്നണി ഓരോ തിരഞ്ഞെടുപ്പിലും ഏത് വർഗീയ വൈതാളികന്മാരുമായി കൂട്ടുകൂടുകയും എന്നിട്ട് അതേ രീതിയിൽ തന്നെ ആരോപണം തിരിച്ചിടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽ സംഘടിതമായി ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് പലപ്പോഴും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി അവർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം. ഉത്സവപ്പറമ്പിൽ മാല പൊട്ടിച്ചുകൊണ്ട് ഓടുന്ന കള്ളന്മാരുടെ ഒരു ശൈലിയുണ്ട്. മാല പൊട്ടിച്ചുകൊണ്ട് ഓടുന്ന കൂട്ടത്തിൽ തന്നെ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് ഓടും. അപ്പോൾ ആശയക്കുഴപ്പമുണ്ടാവുകയും കള്ളനെ പെട്ടെന്ന് തിരിച്ചറിയാനാവാത്ത വിധം സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാനും ഇവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഗോവിന്ദ മാഷിൻ്റെ പ്രസ്താവന അടക്കം എടുത്തു വെച്ച് തുടർച്ചയായി ഇവർ അലക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഇപ്പോൾ തൃശ്ശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80,000-ലധികം വോട്ടിൻ്റെ നഷ്ടം എവിടെയാണ് ഉണ്ടായത്? ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ നിന്നും നഷ്ടപ്പെട്ട വോട്ടാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സംഘാടക സമിതി അതിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ കെ മുരളീധരൻ മൈക്കിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറയുകയുണ്ടായി. കോൺഗ്രസ് പ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, വടകര എനിക്ക് നഷ്ടപ്പെട്ടതിലൂടെ വലിയ നഷ്ടമാണ് എനിക്കുണ്ടായത്, തൃശ്ശൂർ പോയപ്പോൾ വലിയ നഷ്ടമുണ്ടായി, എനിക്കുമുണ്ടായി, അതുപോലെ തന്നെ അവിടുത്തെ KPCC പ്രസിഡൻറ്റിനും അന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളിനും ഉണ്ടായി എന്ന് പറയുമ്പോൾ വോട്ട് ചോർച്ച ഏത് ഭാഗത്തു നിന്നുണ്ടായി എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ സൂചനയാണ് അദ്ദേഹം കോൺഗ്രസ് അണികൾക്കും കേരളത്തിലെ മാധ്യമങ്ങൾക്കും കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന അറിയുന്ന മുഴുവൻ ആളുകൾക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും അദ്ദേഹം പകർന്നു നൽകിയിട്ടുള്ളത്. 80,000-ഓളം വോട്ടിൻ്റെ നഷ്ടമുണ്ടായ UDF ക്യാമ്പുകാർ തുടർച്ചയായി അത് ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പിൽ നിന്നുണ്ടായ ചോർച്ചയാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവ്വം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്സവപ്പറമ്പിലെ കള്ളനെ അനുസ്മരിപ്പിക്കുന്ന നിലയിലുള്ള പെരുമാറ്റമാണ് പലപ്പോഴും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പിലും, ഈ കഴിഞ്ഞ സമീപകാലത്ത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ, രാഷ്ട്രീയം പറയുന്നതിനേക്കാൾ, വികസനം പറയുന്നതിനേക്കാൾ, ഈ സംസ്ഥാനത്തെ ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ വർഗീയ ശക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. ആവൽക്കരമായ സൂചനയാണ് കേരളത്തിൽ നൽകുന്നത്. വർഗീയ വിധ്വംസക ശക്തികളുമായി കൂട്ടുപിടിച്ചുകൊണ്ട് താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മഴവിൽ സഖ്യമുണ്ടാക്കുന്നൊരു രീതി കഴിഞ്ഞ കുറച്ച് കാലമായി സമീപകാലത്ത് കേരളത്തിൽ UDF അനുവർത്തിച്ചു പോരുന്ന ഒരു രാഷ്ട്രീയ നയമാണ്. ഇത് വലിയ അപകടം കേരളത്തിൽ ഉണ്ടാക്കി തീർക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെ സവിശേഷതയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ചോ പറയാൻ തയ്യാറായിട്ടില്ല. തുടക്കം മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചിട്ടുള്ളത്. ഒന്ന് നോക്കൂ, KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ AICCയുടെ സമുന്നതനായിട്ടുള്ള നേതാവ് ശ്രീ KC വേണുഗോപാൽ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത്, പെൻഷൻ കൈക്കൂലി പണമായിട്ട് അതിനെ മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ചയായി മുന്നോട്ട് വന്നപ്പോൾ അതിൽ നിന്ന് തെന്നിമാറി. അതുപോലെ തന്നെ PV അൻവറിൻ്റെ വീട്ടിലേക്ക് എത്ര നാണം കെട്ട സമീപനമാണ്. പകൽ മുഴുവനും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ PV അൻവർ ഞങ്ങൾക്ക് ഒരു ചുക്കുമല്ല എന്ന് പ്രഖ്യാപിക്കുകയും രാത്രി തലയിൽ മുണ്ടിട്ട് PV അൻവറിൻ്റെ വീട്ടിലേക്ക് പോയി സഹായിക്കണം കാക്ക എന്ന് പറഞ്ഞ് അവരെ സഹായിക്കാൻ സമീപിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. കേരളം അങ്ങേയറ്റം ലജ്ജയോട് കൂടിയിട്ടാണ് ഇവർ വീരശൂര പരാക്രമികളാകുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മാത്രമാണ്. നേരിട്ട് അവർ എലിയായി പമ്മി പതുങ്ങി ചെന്ന്
സഹായം അഭ്യർത്ഥിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വൃത്തികെട്ട മുഖത്തെയാണ് വെളിവാക്കിയിട്ടുള്ളത്. ഈ രൂപത്തിൽ വളരെ മോശപ്പെട്ട നിലപാട് സ്വീകരിക്കുന്നത്. ഇത് മാത്രമല്ല, തുടർന്ന് ഇങ്ങോട്ട് വന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് അങ്ങേയറ്റം എളിമയോടുകൂടി വിനയത്തോടുകൂടി പൊതുസമൂഹത്തെ സമീപിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടമാണ്. കാരണം നമ്മളെ നിരീക്ഷിക്കുന്നത് ചാനലുകൾ മാത്രമല്ല, നമ്മുടെ ദൈനംദിന പ്രവർത്തനം നമ്മുടെ മുഴുവൻ ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു ഉദ്യോഗസ്ഥന് മേൽ തന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം നിർവഹിക്കാൻ തയ്യാറായ ഒരു ഉദ്യോഗസ്ഥനെ എത്ര മോശമായിട്ടാണ് അഭിസംബോധന ചെയ്തത്. എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് മെഴുകുകയാണ് ഇവിടെ. ഒരൊറ്റ ആളുകൾ പോലും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു യുവ നേതാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെയോ ഭാഗത്ത് നിന്ന്, മുതിർന്ന നേതാവിൻ്റെയോ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രവണത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അപലപിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം മാധ്യമങ്ങളും മറ്റാളുകളും രംഗത്ത് വരുമായിരുന്നു. സുരേഷ് കുമാർ, ഇത് തെരഞ്ഞെടുപ്പിൽ LDF അനുകൂലമായ വോട്ട് ജനങ്ങൾ നൽകുന്നതിന് കാരണമായി എന്നാണോ കാണുന്നത്? അല്ല, ഇത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അനുകൂലമായി വോട്ട് നൽകുന്നത് മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ രാഷ്ട്രീയ സ്വഭാവം രൂപീകരിക്കുന്നതിനുള്ള മാർഗമായി ഇത്തരം പ്രവൃത്തികൾ മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്രമാത്രം മോശം പ്രവണത, ഒരു വല്ലാത്ത നിലയിലുള്ള അധികാരത്തോട് അടുക്കുന്നതിന് വേണ്ടി ആരുമായും കൂട്ടുകൂടാനും എന്ത് അരാജകത്വം പ്രവർത്തനം കാണിക്കാനും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തയ്യാറായി രംഗത്ത് വരുന്നത് രാഷ്ട്രീയ കേരളം സമീപകാലത്ത് നാണക്കേടോടുകൂടി ലജ്ജയോടുകൂടിയാണ് കണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം ഈ അവസരത്തിൽ കാണേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ അഡ്വക്കേറ്റ് PM നിയാസ്, ഇപ്പോൾ ഡോക്ടർ KP പ്രേംകുമാർ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലും അതുണ്ട്. ഇതിപ്പോൾ സുരേഷ് കുമാറും എടുത്തു പറയുന്നൊരു കാര്യത്തിൽ ഈ മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥി വെളിപ്പെടുത്തിയ കാര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. നിങ്ങൾ ഇത്തരം സംശയങ്ങളും ആശങ്കകളും ഉണ്ടായി ജയിക്കുമോ എന്ന സംശയം ഉണ്ടാകുമ്പോൾ ഇനിയൊരു തവണ കൂടി അധികാരം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകുന്ന UDFൻ്റെ പൊതുവേവലാതി ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ 91-ലെ ആ പരീക്ഷണത്തിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ മോഹൻ ജോർജ് വെളിപ്പെടുത്തുന്നത്. അതിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. ഈ പറയുന്ന 91-ൽ ബേപ്പൂരിലും വടകരയിലും ഉണ്ടായ പരീക്ഷണം നിലമ്പൂരിൽ നിങ്ങൾ ഇത്തവണ അത് നടത്താൻ ശ്രമിച്ചോ? അതിനൊരു മറുപടി ഉണ്ടോ? അത് സംശയമുണ്ടോ അങ്ങേക്ക്? നേതൃത്വത്തോട് ചോദിച്ചിട്ട് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ലാലും സുരേഷ് കുമാറും പ്രേംകുമാറും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നിങ്ങൾ 3 പേരും പറഞ്ഞതിന് മറുപടി പറയാനുള്ള സമയം താങ്കൾ അനുവദിക്കണം, ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഇവിടെ പറഞ്ഞു എന്തിനാ 91-ലേക്കൊക്കെ പോകുന്നത്, നമുക്ക് കുറച്ചുകൂടി പിറകോട്ട് പോകാം. 1977 CPMൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ പാലക്കാട് മത്സരിച്ച സ്ഥാനാർത്ഥി, അയാളുടെ പേര് ശിവദാസ മേനോൻ എന്നാണ്. അദ്ദേഹത്തിനെതിരായി BJPയുടെയോ ജനസംഘത്തിൻ്റെയോ RSSൻ്റെയോ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ പാലക്കാട് സ്ഥാനാർത്ഥിയായ ശിവദാസ മേനോന് വേണ്ടി പ്രസംഗിക്കാൻ വന്നത് RSS നേതാവായ LK അദ്വാനിയായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന ശിവദാസ മേനോന് വോട്ട് ചെയ്യണമെന്നാണ്. ഒന്ന്. രണ്ടാമത്തത് KG മാരാർ. ലോകം മുഴുവനും അറിയാം RSSൻ്റെ ഏറ്റവും വലിയ സൈദ്ധാന്തികരായ KG മാരാർ ആ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ മത്സരിച്ചു. CPMന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, CPM സ്ഥാനാർത്ഥി നേതാക്കന്മാർ അവിടെ വന്ന് KG മാരാർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം. അല്ല, 91-ൽ ഉണ്ടായ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ല. ജീവചരിത്രത്തിൽ KG മാരാർ രാഷ്ട്രീയത്തിലെ സ്നേഹസാഗരം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പരീക്ഷണം 91-ൽ അദ്ദേഹം വഞ്ചിക്കപ്പെട്ടത്, 91-ൽ വടകരയിൽ രത്നസിംഗിനെ നിർത്തിയത്, അതുപോലെ ഈ നിയമസഭയിൽ ബേപ്പൂരിലേക്ക് ഡോക്ടർ മാധവൻകുട്ടി എന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയത്, അവിടെ BJPയുടെ വോട്ടുകൾ വാങ്ങി വിജയിച്ചത്, അത് പക്ഷേ മാരാർക്ക് തിരിച്ചു കിട്ടാതെ പോയത്, അതിന് കാരണം നിങ്ങൾക്ക് അനുകൂലമായി രാജീവ് ഗാന്ധിയുടെ മരണത്തോടുകൂടി ഉണ്ടായ സഹതാപത്തിൽ നിങ്ങൾ ജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് എന്നത് ഈ നഷ്ടവും BJPയുടെ KG മാരാറിൻ്റെ ജീവചരിത്രത്തിലും പിന്നീട് രാജഗോപാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ? ഞാനൊന്ന് പറയാം. അതിനു മുമ്പ് താങ്കൾ നിഷേധിക്കേണ്ട ഒരു കാര്യമുണ്ട്. താങ്കളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന താങ്കളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന P. സുന്ദരയ്യ 22/8/1975
താങ്കളുടെ അഖിലേന്ത്യാ കമ്മിറ്റിക്കും പോളിറ്റ് ബ്യൂറോയിനും കൊടുത്ത ഒരു രാജിക്കത്തുണ്ട്. ആ രാജിക്കത്തിൽ എന്താ പറയുന്നതെന്ന് അറിയുമോ? ആ രാജിക്കത്തിൽ പറയുന്നത് RSSും ജനസംഘവുമായി താങ്കൾ CCയിലും പോളിറ്റ് ബ്യൂറോയിലും ഭൂരിപക്ഷ തീരുമാനപ്രകാരം എടുത്ത അവരുമായി ബാന്ധവം അത് ചരിത്രപരമായ വിഡിത്തമാണ്. അത് CPMന്റെ എന്റെ ലാലെ ഞാനൊന്ന് ലാലിനോട് പറയട്ടെ. ലാൽ ഇങ്ങനെ വെപ്രാളപ്പെട്ടാൽ എങ്ങനെയാ? ലാലെ സത്യം തന്നെയല്ലേ? ലാൽ എത്ര വെപ്രാളപ്പെട്ടാലും ഒച്ചയിട്ടാലും സത്യമല്ലാതാവുമോ? താങ്കളൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാണ്ടിരുന്നത് താങ്കൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിച്ചിട്ടാണോ? ദയവായി ഒന്ന് ക്ഷമ കാണിക്കുക. കൈരളിയിൽ ഏറ്റവും കൂടുതൽ ക്ഷമ കാണിക്കുന്ന ഒരാളാണ് താങ്കൾ ഇക്കാര്യത്തിലും ക്ഷമ കാണിക്കണം. ഞാൻ പറഞ്ഞത് ഇവിടെ സുന്ദരയുടെ എൻ്റെ കയ്യിലുണ്ട്, സുന്ദരയുടെ രാജിക്കത്ത് എൻ്റെ കയ്യിലുണ്ട്. അതിൽ വ്യക്തമായി അദ്ദേഹം പറഞ്ഞ ഓരോ സെൻറ്റൻസും മൈ റെസിഗ്നേഷൻ ഈസ് ഡ്യൂ ടു ദി fact that the CC majority has decided for joint action with pro-imperialist Janasangh with paramilitary കൈരളിയിൽ ഏറ്റവും കൂടുതൽ ക്ഷമ കാണിക്കുന്ന ആളാണ് ഞാനെന്നുള്ള താങ്കളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ ക്ഷമയുടെ നെല്ലിപ്പലക പോലും ഇപ്പൊ കാണുന്ന അവസ്ഥയാണ് സാർ. താങ്കളോട് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് താങ്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നിലമ്പൂരിൽ ആവർത്തിക്കുന്നുണ്ടോ? ലാലിന് അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല. താങ്കളുടെ വീട്ടിൽ വന്ന് താങ്കളെ എന്നെ ക്ഷണിക്കണം, ചർച്ചയ്ക്ക് ക്ഷണിക്കണം. താങ്കളുടെ വീട്ടിൽ വന്ന് എന്നെ ചർച്ചയ്ക്ക് ക്ഷണിക്കണമെന്ന് വിചാരിച്ച് ഞാൻ വന്നതല്ലല്ലോ. താങ്കൾ നിങ്ങളുടെ പാർട്ടിയെ വിളിച്ച് പാർട്ടിയുടെ പ്രതിനിധിയായി വന്നതല്ലേ? ഞാൻ പറയുന്ന മറുപടിയാണ്. താങ്കൾ പറഞ്ഞു വെച്ചത് RSSുമായും BJPയുമായും നിങ്ങൾ നമ്മുടെ നിലമ്പൂരിൽ സഖ്യമുണ്ടാക്കി എന്ന് BJPക്കാരൻ പറയുന്നു. ഞാൻ BJPക്കാരൻ പറയുന്നത് അവിടെ നിൽക്ക്. നിങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായ സുന്ദരയ്യ പറഞ്ഞു വെച്ചത്, നിങ്ങളുടെ പാർട്ടിയുടെ നേതാവായ ശിവദാസ മേനോന് വേണ്ടി LK അദ്വാനി പ്രസംഗിക്കാൻ വന്നത്, നിങ്ങളുടെ പാർട്ടി ഉദുമയിൽ മാരാർജിക്ക് വോട്ട് ചെയ്തത്, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് പറയട്ടെ. താങ്കൾ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയാവോ? ഞാനൊന്ന് പറയുന്നത് കൂടി കേക്ക്. എന്റെ ക്ഷാമേ, ഞാൻ പറയില്ല. മാരാർജിയുടെ ജീവിക്കുന്ന തെളിവുകളാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു, സ്പെസിഫിക്കായി 2 കാര്യങ്ങൾ. കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്ത് BJPയുടെ വോട്ട് 3800 വോട്ട് കുറഞ്ഞു. നിങ്ങൾ ജയിക്കുന്നത് 3200 വോട്ടിനാണ്. 1800 വോട്ട് കുറ്റ്യാടിയിലെ BJP സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാൾ കുറഞ്ഞു. നിങ്ങൾ ജയിക്കുന്നത് 300 വോട്ടിനാണ്. ഇതുപോലെ 29 നിയോജകമണ്ഡലത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ മന്ത്രിയായ രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പരാതിപ്പെടുന്നു. ഈ ചോദ്യം വീണ്ടും ആവർത്തിച്ചാൽ താങ്കൾ ഉത്തരവില്ല, താങ്കൾ നിശബ്ദനായിരിക്കാമെന്ന് പറയുന്നു. ഇതാണോ കോൺഗ്രസിന്റെ നയം? ഇതാണ് അറിയേണ്ടത്. ഞാൻ വരാം. 5 മിനിറ്റ് താങ്കൾക്ക് തന്നിട്ടും താങ്കൾ ഇതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഞാൻ ഡോക്ടർ KP പ്രേംകുമാറിലേക്ക് പോവുകയാണ്. ഞാൻ ഉത്തരം പറയുകയാണ്. ഞാൻ പറയും, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചത് ഇപ്പോൾ പ്രിയപ്പെട്ട സുരേഷ് കുമാർ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് നയമുണ്ടായിരുന്നില്ല. അത് ഞങ്ങൾക്ക് നയമുണ്ടായിരുന്നു. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരമായിരുന്നു ഞങ്ങളുടെ നയം. ആ നയം പിണറായി സത്തിനുള്ള നയമായിരുന്നു. ഞങ്ങൾ മലപ്പുറം ജില്ലയെ വികലമാക്കി ചിത്രീകരിച്ച CMന്റെ പ്രസ്താവന നിങ്ങൾ തിരുത്തിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. 2, മലപ്പുറത്ത് കോപ്പിയടിച്ച് പാസ്സായി എന്ന് VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. പാകിസ്ഥാൻ പക്ഷ പ്രസ്താവന, നിങ്ങളുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവനകൾ ഞങ്ങൾ ചർച്ച ചെയ്തു. അനന്തുവിൻ്റെ മരണം ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ നിങ്ങളുടെ വനംവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന ഞങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങൾ വന്യമൃഗ ആക്രമണത്തിൽ നിങ്ങൾ നോക്കുകുത്തിയായി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഒരു ആദിവാസി സഹോദരൻ്റെ ശരീരം പിച്ചി ചിന്തി കൊന്ന് തിന്ന കടുവയുടെ കാര്യത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണിക്കുന്ന വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ട് നിങ്ങളാണ് കേന്ദ്ര സർക്കാരിൽ നിങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ആ നിയമം ഉണ്ടാക്കിയത്. നിങ്ങൾ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയില്ല. അൻവർ പറയുന്നത്
പറയുന്നത് അതിന്റെ ആനുകൂല്യം അൻവറിന് കിട്ടുമെന്നാണ്, നിങ്ങൾക്ക് കിട്ടുമെന്നല്ല. അൻവറിന് കിട്ടും. വന്യജീവികളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അൻവറിനാണ് കിട്ടുക, നിങ്ങൾക്കല്ല എന്നാണ് പറയുന്നത്. അപ്പോ ഞാൻ വരാം നിങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്തതാണല്ലോ. ഞാൻ വരാം. ഡോക്ടർ കെ പി പ്രേംകുമാർ നോക്കൂ, ഈ കാര്യത്തിലൊക്കെ ഇപ്പോ വർഗീയതയുമായി സമരസപ്പെട്ട് കിട്ടുന്ന വോട്ടുകളൊക്കെ ഇങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞ വി ഡി സതീശന്റെ നിലപാടുകൾ താങ്കൾ നേരത്തെ വിശദീകരിച്ചു. ഞാൻ ഈ BJP-യുടെ സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചിട്ട് PM നിയാസിന് അക്കാര്യത്തിൽ മറുപടിയില്ല. അദ്ദേഹം പക്ഷെ പറയുന്നത് ഭരണവിരുദ്ധതയും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ്. അതൊക്കെ ചർച്ച ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ മടക്കി പെട്ടിയിൽ വെക്കുന്ന കാര്യവും നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോൾ പിന്നെ ഈ പറയുന്നതിൽ അർത്ഥമുണ്ടോ? വർഗീയതയുടെ കാര്യത്തിലുള്ള വോട്ടിന് നിയാസിന് മറുപടി പറയാൻ പറ്റാത്തതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാനിപ്പോഴും വിചാരിക്കുന്നത് വലിയൊരു പരിധി വരെ ഇന്ത്യയിൽ ഉയർന്നു വരുന്ന RSS സംഘപരിവാർ നിയോ ഫാസിസ്റ്റ് ട്രെൻഡിനെ ചെറുക്കുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ടുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്തൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ഒരു മുന്നണി എന്നുള്ളത് സാധ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സാധ്യമാവണമെന്ന് മോഹമൊക്കെ ഉണ്ട്, പക്ഷേ അത് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. PM നിയാസും കോൺഗ്രസിന്റെ ആളുകളും എടുത്തു പറയുന്ന ഉദാഹരണങ്ങൾക്കുള്ള ഒരു വലിയൊരു പ്രശ്നം അത് അവർക്ക് തന്നെ അറിയാം. 1977 KG മാരാർ, 1956 പാലക്കാട് സത്യമാണെന്ന് തന്നെ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. CPM ആവട്ടെ, CPI ആവട്ടെ, ജനതാ പാർട്ടി ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ 10, 20, 30 വർഷം മുമ്പ് ഈ പല പല മുന്നണി സംവിധാനങ്ങളുടെ ഇടയിൽ ജനതാ പാർട്ടിയായിട്ടോ ജനസംഘവുമായിട്ടോ BJP-യുമായിട്ടോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരുന്നു എന്ന് തന്നെ വെക്കുക. പക്ഷേ നമ്മൾ ഇന്ന് ഈ സംസാരിക്കുന്ന 2025 എന്ന് പറയുന്ന അതല്ല സിനാരിയോ. അതായത് ഇനി ഒരു വട്ടം കൂടെ വലിയ മെജോറിറ്റിയിൽ NDA അധികാരത്തിൽ വരുവാണെങ്കിൽ ഈ പറഞ്ഞ ഇലക്ഷൻ ഉണ്ടാവുമോ നമുക്കറിയില്ല. ഇന്നത്തെ ദിവസം പത്രങ്ങളിൽ വരുന്ന, ചാനലുകളിൽ വരുന്ന വാർത്ത നോക്കൂ നിങ്ങള്. ഒരു സിനിമയുടെ പേരിൽ ജാനകി എന്നുള്ളത് കൊണ്ട് അതിലെ ലീഡ് റോളിൽ അഭിനയിച്ചിരിക്കുന്നത് കേരളത്തിലുള്ള ഏക BJP-യുടെ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയാണ്. ജാനകി എന്നുള്ള പേര് സിനിമയുടെ പേരായിട്ട് അനുവദിക്കില്ല എന്ന് RSS കുത്തി നിറച്ച ഒരു സെൻസർ ബോർഡ് തീരുമാനം പറഞ്ഞിരിക്കുന്നു. PJ ആന്റണിയുടെ നിർമ്മാല്യം പോലുള്ള ഒരു സിനിമ ഇനി വരുമോ എന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ മാസം വരെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതല്ല, രാമനെന്നോ സീതയെന്നോ, ഈ രാമന്റെയും സീതയുടെയും പര്യായങ്ങളാണ് ഒരുവിധപ്പെട്ട പേരുകളെല്ലാം. അല്ലെങ്കിൽ RSSന്റെ ശാഖയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ചിത്രം, ഏതോ നമ്മൾ അറിയാത്ത ഇന്ത്യയുടേതായിട്ട് ഒരു തരത്തിലും കാണാത്ത എന്തോ ഒരു മാപ്പ് പിറകിലും ഒരു ചടച്ച ദാരിദ്ര്യം പിടിച്ച സിംഹവും ഒരു കോലിന്റെ മുകൾ RSSന്റെ ആ ത്രികോണത്തിലുള്ള കൊടിയും കെട്ടിയിട്ട് ഒരു പെണ്ണുങ്ങൾ നിൽക്കുന്നത് ഭാരതാംബയാണെന്നും പറഞ്ഞിട്ട് അത് ഗവർണർ രാജ്ഭവനിൽ വെച്ചിട്ട് അതിന്റെ മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരോട് തിട്ടൂരമിറക്കുന്ന ആ സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൃത്യമായ ഒരു കള്ള കേസിലൂടെ, കള്ള സാക്ഷിമൊഴിയിലൂടെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് പൂട്ടിയിട്ട് താക്കോലും കൊണ്ടുപോകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ പിന്നെയും ഈ വർഗീയ കക്ഷികളുമായിട്ടുള്ള സോഫ്റ്റ് കോർണർ ഇടപാടുകൾ നടത്തുന്നത് സൂയിസൈഡിലാണ്. ഇതാണ് പ്രശ്നം. ഇനി ഇത്തരത്തിൽ RSSന്റെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ പ്രോത്സാഹനവും ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന സംഗതിയാണ്, പ്ലാറ്റ്ഫോമാണ് ജമാഅത്ത് അടക്കമുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകൾ. ഇവർ തമ്മിൽ ആത്യന്തികമായിട്ട് യാതൊരു വിയോജിപ്പുമില്ല, യാതൊരു വൈരുദ്ധ്യവുമില്ല. ഇത് കോൺഗ്രസ്സുകാർ എപ്പോഴും തിയറിറ്റിക്കലി പറയുന്ന കാര്യമാണ്. RSSനെ കായികമായി നേരിടും എന്ന് പറയുന്നത്, അതിനു പകരം ഞങ്ങളുടെ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് RSSന്റെ വാദത്തിനെ ശക്തിപ്പെടുത്തുകയുള്ളൂ. ഇത്തരമൊരു കോണ്ടെക്സ്റ്റിൽ 2025 നടക്കുന്ന ഒരു ഇലക്ഷനിൽ 100% പൊളിറ്റിക്കൽ ഫൈറ്റ് ആണെന്ന് VD സതീശൻ UDFന്റെ ചെയർമാൻ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നതിലാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ സിൻസിയറിറ്റി ഇല്ലായ്മ, രാഷ്ട്രീയ വഞ്ചന എന്നുള്ളത്. അതെങ്ങനെയാണ് നിയാസിനെ പോലെയൊക്കെ ആലോചിക്കുന്ന, വളരെ സീരിയസ് ആയിട്ട് പൊളിറ്റിക്സിനെ കാണുന്ന ഒരാൾക്ക് ന്യായീകരിക്കാൻ പറ്റുക എന്നുള്ളത്? ഇപ്പൊ ലാലിനോട് തർക്കിക്കാം, കൈരളിയിൽ പറയാം, പൊതുയോഗത്തിൽ പറയാം, അതൊക്കെ ശരി. പക്ഷെ ഇത് എന്തുമാത്രം സൂയിസൈഡിലാണ് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. LDFനെ തോൽപ്പിക്കുക, LDFന്റെ കാൻഡിഡേറ്റിനെ തോൽപ്പിക്കുക, ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഉദ്ദേശമാണ്, നല്ല കാര്യമാണ്, നടന്നാൽ നല്ല കാര്യമാണ്. ഓ പറഞ്ഞോളൂ പ്രേംകുമാർ. അദ്ദേഹം നേരത്തെ പറഞ്ഞത് വീണ്ടും ഒന്നുകൂടെ പറയുകയായിരുന്നു. സുന്ദരയ്യ പറഞ്ഞ കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്.
ഞാൻ പറഞ്ഞ അതിന്റെ മെറിറ്റിലേക്ക് 2025 UDFന്റെ കാൻഡിഡേറ്റിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് BJPക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉൾക്കൊള്ളുന്നില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ അല്ല പറയുന്നത്, VD സതീശനാണ് പറയുന്നത്. ഞാൻ ലെഫ്റ്റ് ആണ് എന്ന് പറയുന്ന പിണറായി വിജയൻ ലെഫ്റ്റ് അല്ല, ഞങ്ങളാണ് ലെഫ്റ്റ് എന്ന് പറയുന്ന VD സതീശനാണ് സത്യസന്ധമായിട്ടും നന്നായി പുസ്തകങ്ങൾ വായിക്കുന്ന, ഏറ്റവും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന VD സതീശനാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നുള്ളത്. ഇത്തരം കോംപ്രമൈസസും ഒരു ബൈ ഇലക്ഷനിൽ ഒരു സീറ്റിൽ UDFന്റെ കാൻഡിഡേറ്റ് ജയിച്ചിട്ട് നിങ്ങൾക്കൊരു ഉഷാറ് വരും എന്നുള്ളതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നോക്കൂ നിങ്ങൾ ഉണ്ടാവുന്ന നഷ്ടം ഏതാണ് ലോങ് ലാസ്റ്റിംഗ് നഷ്ടം എന്നുള്ളത്. ഈ തിരിച്ചറിവ് ഇല്ലാണ്ട് പോകുന്നു എന്നുള്ളതാണ്. നിലമ്പൂരിൽ M സ്വരാജും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ നേർക്കുനേർ മത്സരമായപ്പം മലയാളികൾ 90% ആവേശത്തോടെ എടുത്തതാണ്. തീർത്തും യോഗ്യന്മാരായിട്ടുള്ള രണ്ട് കാൻഡിഡേറ്റ്സ്, നേർക്കുനേർ ഫൈറ്റ്. അതിനിടയിൽ വന്നുപെട്ടിട്ടുണ്ടായിരുന്ന കൃത്യമായ ഒരു പൊളിറ്റിക്കൽ വേസ്റ്റ്, രാഷ്ട്രീയ മാലിന്യം വന്നിപ്പോ പറയാവുന്ന PV അൻവർ സീനിൽ നിന്ന് ഔട്ടാവുന്നു. എന്ത് ഭംഗിയായിരിക്കുമായിരുന്നു നിങ്ങൾ തമ്മിൽ നേർക്കുനേർ പൊളിറ്റിക്കലായിട്ട് ഫൈറ്റ് നടന്നിട്ട് ആര് ജയിച്ചാലും ആര് തോറ്റാലും. ഇതങ്ങനെയല്ലല്ലോ. BJPയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് ഒരു ഇലക്ഷനെ നേരിടുന്നതിൻ്റെ അകത്തുള്ള ആ ഒരു പൊളിറ്റിക്കൽ ഫൂളിഷ്നെസ്, പൊളിറ്റിക്കൽ ഷാലോനെസ്, അത് ഇനിയെങ്കിലും കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. നിങ്ങളെ പോലുള്ള ആളുകൾ വേണം. ഈ അധികാരമില്ല എന്നുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള കോംപ്രമൈസിന് തയ്യാറാവുന്ന മുതിർന്ന നേതാക്കളെ തിരുത്താനെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ശരി, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, നോക്കൂ, ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറയുന്ന BJPയാണ് രാജ്യത്ത് കാണുന്നത്. പക്ഷേ ഇതാ ഇവിടെ നോക്കൂ, ആ കോൺഗ്രസ് മുക്തമല്ല, ആ BJPയുടെ സ്ഥാനാർത്ഥി പറയാണ് ഞങ്ങളുടെ BJPക്കാർ ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കണം, ഇടതുപക്ഷം ഒരിക്കലും വരരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്തവണ വോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പറയുകയാണ്. തിരിച്ച് അവരോട് ഒരു പരീക്ഷണത്തിന് ഞങ്ങൾക്ക് വോട്ട് തരൂ, ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടാൽ, ഇത്തവണ കൂടി നഷ്ടപ്പെട്ടാൽ ഇനി ഞങ്ങൾക്കത് ചിന്തിക്കാനേ വയ്യ എന്ന സാഹചര്യത്തിൽ അവരോട് പോയി വോട്ട് നേടാനുള്ളൊരു സഹകരണം ഉണ്ടാക്കുന്ന ഒരു UDF സാഹചര്യം ഉണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് ഊഹിച്ചെടുക്കുന്നത്. അതിനി തെളിയേണ്ട കാര്യമാണ്. പക്ഷേ 91 ചില ഉദാഹരണങ്ങളുണ്ട്, അവരൊക്കെ എഴുതിയ പുസ്തകങ്ങളുണ്ട്, അവരൊക്കെ മാധ്യമങ്ങൾക്ക് കൊടുത്ത കമൻറ്റുകളുണ്ട്. ഇതൊക്കെ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് താങ്കളെ എന്ത് പറയാനാണ് പ്രേരിപ്പിക്കുന്നത്? അല്ല, അതിനുൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ബഹുമാനപ്പെട്ട ആങ്കർ തന്നെ, താങ്കൾ തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പുസ്തകം ആത്മകഥ പാളിപ്പോയ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നു. ആ പുസ്തകത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു മറുപടി പറയാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹം ഊഹാപോഹങ്ങളും ജനതാ പാർട്ടിയുമായിട്ടുണ്ടായ അന്ന് ഇന്ദിരാഗാന്ധിയുടെ അപ്രമാദിത്വ രാഷ്ട്രീയത്തിനെതിരായി രൂപപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തിനാ അത്രയും പൂർവ്വകാലത്തേക്ക് പോകുന്നത്? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. വോട്ട് ചോർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷനിലുണ്ടായ രാഷ്ട്രീയ പരാജയത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറാകണം. അവിടെ TN പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ K മുരളീധരൻ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവേദിയിൽ വന്നു നിന്ന് മാധ്യമപ്രവർത്തകരെ നോക്കി തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ മറുപടി പറയാൻ താങ്കൾ തയ്യാറാകണം. ഐക്യജനാധിപത്യ മുന്നണിയുടെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ നിന്നും നഷ്ടപ്പെട്ട് BJP പാളയത്തിലേക്ക് പോയ വോട്ടിൻ്റെ കണക്ക് പറയാൻ വേണ്ടി തയ്യാറാകണം. പിന്നെ ചില വ്യക്തിപരമായ ആരോപണങ്ങളാണ്, അത് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, KPCCയുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞ ഐ വിൽ ഗോ വിത്ത് BJP, എനിക്ക് BJPയിലേക്ക് പോകാൻ ആരുടെയും ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റിനെതിരെ എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത്? ഗോൾവാൾക്കറിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് തിരികൊളുത്താൻ യാതൊരുവിധ മടിയും കാണിക്കാത്ത പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടിന് മുന്നിൽ നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? നിങ്ങൾ അങ്ങേയറ്റം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ പ്രേംകുമാർ സൂചിപ്പിച്ചു, രാഷ്ട്രീയമായിട്ടുള്ള അധികാര കൊതി അത് ത്വരയായി മൂത്ത് നിങ്ങൾ ഏത് വർഗീയ വിധ്വംസക ശക്തിയുമായി കൂട്ടുകൂടാൻ യാതൊരുവിധ മടിയും കാണിക്കുന്നില്ല. ഇവിടെ അതിന് അടിവരയിട്ട് അദ്ദേഹം ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കൂട്ടുകൂടൽ, അവർക്ക് പവിത്രത കൽപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ. ഞാൻ ചോദിക്കട്ടെ,
ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ രൂപമായിട്ടുള്ള സിമി. അപ്പോൾ RSS മറുമുദ്രാവാക്യവുമായിട്ട് വരികയാണ് ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. ഇങ്ങനെ അങ്ങേയറ്റം ഈ രാജ്യത്തെ കലുഷിതമാക്കുന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചവർക്ക് പവിത്രത കൽപ്പിച്ച് നിങ്ങൾ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്? നേരത്തെ ആങ്കർ സൂചിപ്പിച്ചതുപോലെ അസോസിയേറ്റ് അംഗമാക്കിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കിക്കൊണ്ട് കേവലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാഷ്ട്രീയ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്ന അജണ്ടയ്ക്ക് നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്നത് ഏത് പിശാചിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് അത് ചെയ്തതിൻ്റെ ദുരന്തം, ആദ്യഘട്ടത്തിൽ ചെയ്തതിൻ്റെ ദുരന്തമാണ് മാറാട് കലാപം പോലുള്ള കാര്യങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ടുള്ളത്. അങ്ങേയറ്റം വർഗീയലകളകൾ ഐക്യജനാധിപത്യ മുന്നണി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ ഭരണ നേതൃത്വം കൊടുക്കുന്ന സന്ദർഭത്തിൽ വർഗീയതയ്ക്ക് മുന്നിൽ, വിധ്വംസക ശക്തികൾക്ക് മുന്നിൽ രാഷ്ട്രീയമായി അടിയറവ് പറഞ്ഞതിൻ്റെ ചില അപകടകരമായ സൂചനകളാണ് അന്നുണ്ടായത്. ഈ കാലയളവിൽ 9 വർഷമായല്ലോ, കേരളത്തിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി കഴിയുമോ? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ കരുത്തനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഈ സംസ്ഥാന മന്ത്രിസഭയും ഒരു ഘട്ടത്തിലും വർഗീയതയ്ക്ക് മുന്നിൽ ഒരു കോംപ്രമൈസിനും തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് കേരളം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വളരെ അന്തസ്സുള്ള സംസ്ഥാനമായി നിലകൊള്ളുന്നത്. പിന്നെ പഴകി ദ്രവിച്ച ചില ആരോപണങ്ങൾ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച്, അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളെ സംബന്ധിച്ചൊക്കെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം ആപൽക്കരമായിട്ടാണ് നിങ്ങളിവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾ, അദ്ദേഹം അന്തരിച്ചുപോയി, അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ആ മലപ്പുറത്തിൻ്റെ തെരുവോരത്തിൽ വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു? അതിനെ സംബന്ധിച്ച് സത്യസന്ധമായി പറയാൻ താങ്കൾക്ക് കഴിയുമോ? ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ ആപൽക്കരമായ കൂട്ടുകെട്ട്. അതിന് ജമാഅത്തെ ഇസ്ലാമിയെ ഒരു വശത്ത് പ്രകടിപ്പിക്കുന്നു, മറുവശത്ത് BJPയുടെ വോട്ട് തേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപായങ്ങൾ ആരായുന്നു. ഏത് മാർഗം ഉപയോഗിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിന് വേണ്ടി ആരുമായും, ഏത് വൈതാളികന്മാരുമായും കൂട്ടുകൂടാനും അവരുമായി രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടാനും ആ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണം, അധികാരം കിട്ടുക എന്നത് മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രീയ നയം ഇന്നത്തെ നേതാക്കന്മാരുടെ, ബഹുമാനപ്പെട്ട AICCയുടെ നേതാവ് ശ്രീ KC വേണുഗോപാൽ മുതൽ ഇങ്ങ് താഴെത്തട്ടിലുള്ള ആളുകൾ വരെ നടത്തുന്ന ഈ രാഷ്ട്രീയ നയം അങ്ങേയറ്റം അപകടകരമാണ്. ഇത് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കേരളത്തെ രാഷ്ട്രീയമായും സമസ്ത മേഖലയിലും തകർക്കുന്നതിലേക്ക് വഴിതെളിക്കും എന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക്. ശരി നിയാസ്, എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളിൽ നിന്ന് കിട്ടേണ്ട മറുപടിയും ഇത് സംബന്ധിച്ചാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിൽ ഇതിനൊക്കെ തകർക്കാൻ സ്വരാജ് വന്നതിന് ശേഷം സംഭവിച്ച മാറ്റം എല്ലാവരും ചർച്ച ചെയ്തതാണ്. നിങ്ങളുടെ തന്നെ ഭാഗത്ത് നിന്ന് മുസ്ലിം ലീഗ് നേതാവ് ഷാഫി ചാലിയം അന്നത്തെ ദിവസം ചാനലിൽ വന്ന് സ്വരാജിനെ പുകഴ്ത്തിയതുപോലെ ഇതുവരെ ഇടതുപക്ഷക്കാരും പുകഴ്ത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയ്ക്ക് നമ്മൾ സ്വരാജിൻ്റെ പ്രാധാന്യം നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ഒരു സ്വരാജ് വന്ന് നിന്ന് നിങ്ങൾ ആ തെരഞ്ഞെടുപ്പ് വല്ലാതെ ടൈറ്റായി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനെയൊക്കെ നിങ്ങൾ ഭരണവിരുദ്ധത എന്നുള്ള ഒരൊറ്റ കാര്യം പറഞ്ഞ് അൻവറിൻ്റെ കയ്യിൽ നിന്ന് കടമെടുത്ത പിണറായിസം എന്ന വാക്കുപയോഗിച്ച് നിങ്ങൾ അവിടെ അങ്ങ് ഇതെല്ലാം മലർത്തി അടിച്ച് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നാളെ തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങനെ തെളിയിക്കുമ്പോഴും നിങ്ങളുടെ മേൽ ഈ കരി വീഴ്ത്തുന്ന ഈ വർഗീയതയുടെ മേൽ നിന്നുകൊണ്ടുള്ള, അവരെ ചാരി നിന്നുകൊണ്ട് നേടുന്ന വോട്ടുകളുമുണ്ട്. നിങ്ങൾ അതിനെയൊക്കെ മറികടന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് വോട്ടുകൾ ഉണ്ടാകും എന്ന് കാണുന്നുണ്ടോ നാളെ? നോക്കൂ, ഞാനതിന് മറുപടി പറയാം. അതിനു മുമ്പ് എൻ്റെ സുഹൃത്ത് സുരേഷ് കുമാർ ഇവിടെ പറഞ്ഞൊരു കാര്യത്തിന് അദ്ദേഹം പറഞ്ഞത് പിണറായിയെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഏത് വൈതാരികമായി കൂട്ടുകൂടുന്നതാണ്. പക്ഷെ ഞാൻ താങ്കളുടെ വലിയ നേതാവ്, താങ്കളുടെ പാർട്ടിയുടെ വലിയ നേതാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ വിഖ്യാതമായ ഒരു 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 നയമുണ്ട്. എന്താണെന്നറിയാം നയം? കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായി ഞങ്ങൾ കൂട്ടുപിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഏത് ചെകുത്താന്മാരുമായി എല്ലാമാണ് നിങ്ങൾ കൂട്ടുകൂടിയെന്ന് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സുരേഷ് കുമാർ, ആ ചരിത്രത്തിലേക്കൊന്ന് പോകണം. പിന്നെ നിങ്ങളിവിടെ പറഞ്ഞത് PDP, ആരായിരുന്നു PDP നേതാവ്? അബ്ദുൽ നാസർ മദവി. അബ്ദുൽ നാസർ മദവി ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തമിഴ്നാടിന് പിടിച്ചു കൊടുത്തത് വലിയ കാര്യമായി ഈ അന്ന് പ്രസംഗിച്ചത് CPM-ആണ്. CPM-ൻ്റെ സർക്കാരാണ്. നായനാരുടെ കാലത്താണ് അദ്ദേഹത്തെ പിടിച്ച് ഏറ്റവും വലിയ വർഗീയവാദിയായ അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്. മതേതര കേരളത്തിന് വലിയ ശല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പിന്തുണ നിങ്ങൾക്കാണ്. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ്? നേരത്തെ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതുപോലെ ഏത് കാലഘട്ടത്തിലെ കോൺഗ്രസിനെ കുറിച്ചാണ്, ഏത് ചെകുത്താനുമായി കൂട്ടുകൂടിയും കോൺഗ്രസിന്റെ ഭരണം അവസാനിപ്പിക്കേണ്ടി വന്നത് എന്നാണ്? ഞാൻ പറയട്ടെ,
ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത് ഏത് ചെകുത്താനുമായി കൂട്ടുകൂടുമെന്ന് പറഞ്ഞ് RSSുമായി അദ്ദേഹം കൂട്ടുകൂടി, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമുമായി കൂട്ടുകൂടി, PDPയുമായി അദ്ദേഹത്തിൻ്റെ പാർട്ടി കൂട്ടുകൂടി, താങ്കളുടെ പാർട്ടി കൂട്ടുകൂടി. അങ്ങനെ കൂട്ടുകൂടിയ ഹിന്ദു മഹാസഭ എന്താണ് പറയുന്നത്? ഈ VD സതീശൻ ഇപ്പോൾ അസോസിയേറ്റ് മെമ്പർ ആക്കിയതുപോലെ ഇങ്ങനെ ഇടതുപക്ഷം ഈ പറഞ്ഞ ഇടതുപക്ഷം വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ മുന്നണിയിലേക്ക് എടുത്തു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഏറ്റവും നല്ല മതനിരപേക്ഷ, ഞാനൊന്ന് പറയട്ടെ, RSSനെയും വെൽഫെയർ പാർട്ടിയെയും മുന്നണിയിലേക്ക് എടുത്തോ? ജനാധിപത്യവാദിയാവൂ. ഞാനൊന്ന് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയട്ടെ. ഒരു മിനിറ്റ്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചത് തെറ്റ് പറയുന്ന നിങ്ങൾ, PDPയുടെ പിന്തുണ, ആരാണ് PDPയുടെ പിന്തുണ നേടിയത് മാത്രമല്ല, ഏറ്റവും വലിയ മുസ്ലിം ലീഗ് ഇതുവരെ അനുകൂലിച്ചിട്ടുമില്ല. അല്ല, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം എടുക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ PDPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന നേതാവായിരുന്ന അബ്ദുൽ നാസർ മദനി ഏറ്റവും വലിയ വർഗീയവാദിയാണ്. അദ്ദേഹം മതേതരത്തെ ഈ കേരളത്തിൽ കുഴിച്ചുമൂടും, അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് ഞങ്ങൾ കൊടുത്തു എന്ന് അവകാശവാദം ഉന്നയിച്ചത് CPMഉം CPMന്റെ ഭരണാധികാരികളുമാണ്. മറുപടി എന്താണ്? ഡോക്ടർ KP പ്രേംകുമാർ, നോക്കൂ, ഇനിയിപ്പോൾ നാളെ ആര് ജയിച്ചാലും, അത് M സ്വരാജാണ് ജയിച്ചതെങ്കിൽ ഇനിയുള്ള കാലം മുഴുവൻ ഇടതുപക്ഷത്തിനുള്ള കാലമാണ്, അതുകൊണ്ട് ഇനി തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല എന്നുള്ളതിലേക്ക് നടത്തിയാലും വിജയം ഇടതുപക്ഷത്തിന്, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കേരളമാണോ? അത് തിരിച്ചിനി ഷൗക്കത്താണ് ജയിക്കുന്നതെങ്കിൽ ഭരണവിരുദ്ധതയ്ക്ക് കേരളത്തിന് ഇതുവരെയുള്ള 9 വർഷത്തെ ഭരണത്തിനുള്ള എല്ലാ ഉത്തരവും കിട്ടിയിരിക്കുന്നു, അങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റുന്നതാണോ? അല്ല, അങ്ങനെ ഒരു എക്സ്ട്രീമിലേക്കും പോകുന്നതിൽ കാര്യമില്ല. കേരളം അത് സമ്മതിക്കുകയില്ല. കേരളത്തിലെ ഏതെങ്കിലും ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എനിക്കിപ്പോഴും വലിയ അത്ഭുതത്തോടെ തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സർക്കാർ 2 ടേം 9 വർഷം കഴിഞ്ഞ് 10ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. മുഖ്യമന്ത്രി ആയിരുന്നതിന് മുന്നേയും മുഖ്യമന്ത്രി ആയതിനു ശേഷവും സകല മാധ്യമങ്ങളാലും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ പിണറായി വിജയൻ. അദ്ദേഹത്തിനെതിരെ എന്താ പറയാ, ഈ 1ാം ടേമിൽ വരാത്ത ആരോപണങ്ങളും അന്വേഷണങ്ങളുമില്ല. സകല ഓൺലൈൻ മാധ്യമങ്ങളും എസ്റ്റാബ്ലിഷ് മാധ്യമങ്ങളും എതിർക്കുന്ന ഒരു മനുഷ്യൻ 9 വർഷം ഭരിച്ച് 10ാം വർഷം നടക്കുന്ന ഒരു ബൈ ഇലക്ഷനിൽ ഇന്ന് ഞാൻ കാണുന്നു മീഡിയ 1 ചാനലിന്റെ സകല റിപ്പോർട്ടർമാരും നിലമ്പൂരിലെ വോട്ടർമാരോട് നേരിട്ട് ചോദിക്കുന്നു. അതായത് UDFന്റെ സഖ്യകക്ഷിയായി കഴിഞ്ഞിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായി നേരിട്ട് ബന്ധമുള്ള ചാനലാണ്. ഇനി നമ്മൾ എന്താ പറയാ, ന്യൂട്രൽ തന്നെ വിചാരിക്കുക. ഒരാൾ പോലും പറയുന്നില്ല LDF ഗവൺമെന്റിന് എതിരെയുള്ള ഞങ്ങളുടെ ദേഷ്യമാണ് ഇതിൽ പ്രകടിപ്പിച്ചത് എന്നുള്ളത്. ഭരണവിരുദ്ധ വികാരം എന്നുള്ളൊരു സാധനം ഇല്ലാതെ സർക്കാരിനെതിരെ പരാതി എന്നുള്ളൊരു സംഗതി ഡിസ്കോസിൽ ആളുകളിൽ നിന്ന് വരാതെ 10ാമത്തെ കൊല്ലം ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഇലക്ഷൻ നേരിടുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അത്രയും മനോഹരമായ രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിൽ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇലക്ഷനിൽ വോട്ടിൽ 100 കണക്കിന് കാര്യങ്ങൾ ഇടപെടുന്ന, അതിൽ എന്ത് റിസൾട്ട് വരുന്നില്ല, രണ്ടാമതാവട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമതാവട്ടെ, UDF കാൻഡിഡേറ്റ് ജയിച്ചാൽ ഇനി എല്ലാം കോൺഗ്രസ് എന്നോ LDFന്റെ കാൻഡിഡേറ്റ് ജയിച്ചാൽ ഇനി ഇലക്ഷനെ വേണ്ട എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ശരി, അപ്പോൾ അഡ്വക്കേറ്റ് PM നിയാസ്, അങ്ങനെയാണെങ്കിൽ അത് പ്രതിപക്ഷത്തിൻ്റെ കൂടിയുള്ള ഒരു വിലയിരുത്തലാണ്. കഴിഞ്ഞ 9 വർഷത്തെ പ്രതിപക്ഷം എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണ് അവിടെ ഡോക്ടർ പ്രേംകുമാർ കണ്ട മാധ്യമത്തിലെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. നോക്കൂ, അങ്ങനെയല്ല. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഉണ്ടായത് ഇവിടെ ആവർത്തിക്കുമെന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. രണ്ടാമത്, താങ്കൾ പറഞ്ഞൊരു കാര്യം, ഇവിടെ പെൻഷനെക്കുറിച്ച് നേരത്തെ എനിക്ക് പറയാൻ സമയം കിട്ടിയില്ല. പെൻഷൻ ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്. എല്ലാ മാസവും കൊടുക്കേണ്ട പെൻഷൻ ഈ 16ാം തീയതി പ്രഖ്യാപിക്കുന്നു, 20ാം തീയതി കൊടുക്കുന്നു. ഇന്ന് എത്രയായി? 22ാം തീയതിയായി, ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം പെൻഷന്റെ പേര് വല്ല പ്രസ്താവന ശരിയാണ്. മൂന്നാമത്തെ കാര്യം, 2000 മിനിറ്റ് ഇതൊരു അല്ല, കൊടുത്ത് തുടങ്ങിയിട്ടില്ല, ട്രഷറിയിലേക്ക് പണം കൊടുത്തിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, 2016 അവിടെ BJP കിട്ടിയിരുന്ന വോട്ട് 12,084. 2021 8,595 3,500 വോട്ട് കുറഞ്ഞു. ആ കുറഞ്ഞ വോട്ടുകളൊക്കെ കൂടിയത് ഒറ്റ പാർട്ടിക്കാണ്, LDFിലേക്ക്. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിൽ സാധൂകരിക്കുകയാണ്. കഴിഞ്ഞ തവണ BJP കിട്ടിയ 8,595 വോട്ടിൽ കുറഞ്ഞാൽ അത് ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ സമ്മതിക്കാം. അപ്പോൾ അതല്ല സംഭവിക്കാൻ പോണത്. അപ്പോൾ 8,595 വോട്ടിൽ അവർക്ക് മിനിമം കിട്ടിയാൽ അവിടെ വോട്ട് കിട്ടിയെന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്?
അപ്പോൾ BJPയുടെ വോട്ടിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് നല്ല ഏറ്റവും അല്ല, BJP സ്ഥാനാർത്ഥി പറഞ്ഞതാണല്ലോ, ഇത് BJP സ്ഥാനാർത്ഥി പറഞ്ഞതാണല്ലോ, അവിടെ BJPക്കാർ പറയുന്നതാണല്ലോ. ഞങ്ങളുടെ ഒരു മിനിറ്റ്, ലാലിനെ കുറിച്ചാണ് ലാലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ലാലെ, ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ വക്കീൽമാർ പറയും മുൻകൂർ ജാമ്യം. ഏറ്റവും നല്ല മുൻകൂർ ജാമ്യത്തിൻ്റെ അപേക്ഷയാണ്, നാളത്തേക്കുള്ള അപേക്ഷയാണ് താങ്കൾ ഇന്ന് പറഞ്ഞത്. ഇത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ കഴിയില്ല എന്ന് താങ്കൾ നാളെ സ്വരാജ് ജയിക്കുകയാണെങ്കിൽ ഇനിയുള്ള പിണറായി 3.0 താങ്കൾ സമ്മതിക്കോ? ഇപ്പൊ ഇവിടെ വെച്ച് സമ്മതിക്കോ? അല്ല, താങ്കൾ വളരെ 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 ബുദ്ധിമാനായ ഒരു മാധ്യമപ്രവർത്തകനാണ്. അതുകൊണ്ടാണ് താങ്കൾ ഏറ്റവും നല്ല ബുദ്ധിമാനായ ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിന് ഇവിടെ ചാനൽ ചർച്ചയ്ക്ക് അയക്കാൻ പറ്റിയ ഒരു നല്ല ആളാണ്. എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം പറയാതെ മറ്റു കാര്യങ്ങളിലേക്ക് പോവുക. അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, അവസാനമായി താങ്കളിലേക്കാണ് വരുന്നത്. നാളെ ഇനിയിപ്പോ കുറച്ച് നിമിഷങ്ങൾ മാത്രം, അല്ലെ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നാളെ ഉത്തരം കിട്ടാൻ പോകുന്നു. പക്ഷേ അത് കേരളത്തിൻ്റെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ജനവിധി എന്നുള്ള നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് കാണുക? ആരോ ജയിച്ചോട്ടെ. അല്ല, അദ്ദേഹം അത് പറയുന്നതിന് മുമ്പ് ഒറ്റ കാര്യം, അദ്ദേഹം സ്ഥാനത്തും അസ്ഥാനത്തും RSS ബാന്ധവം CPM-ന് മേൽ ആരോപിക്കാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. RSS പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അവരൊരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അവർ ഗോൾവാൾക്കറുടെ വിചാരധാരയ്ക്കകത്ത് ആന്തരിക ഭീഷണികളെന്ന് പറയുന്ന അധ്യായം ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ PM നിയാസ് വായിക്കണം. അതിനകത്ത് 3 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്: ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ. അതാണ് ഞങ്ങൾക്ക് ഇതിന് പറയാനുള്ള മറുപടി. RSSുമായി ഒരു കാലത്തും സന്ധിയിലേർപ്പെടാൻ CPM-ന് കഴിയില്ല, അങ്ങനെ നിന്നിട്ടുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്ന രീതിയിൽ നിന്നും തങ്ങളെപ്പോലുള്ള ആളുകൾ പിന്മാറണം. നാളെ ഇലക്ഷൻ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സ്ഥാനാർത്ഥി, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വിജയം വോട്ട് എണ്ണി ഇത്ര വോട്ടെന്നുള്ള നിലയിൽ കണക്കല്ല, കൃത്യമായിട്ടുള്ള മാർജിനിൽ ഞങ്ങൾക്കവിടെ വിജയിക്കാൻ സാധിക്കും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചിട്ടയായ പ്രവർത്തനം, അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള കള്ളപ്രചാര വേല ഈ നാട്ടിൽ അഴിച്ചുവിട്ടാലും ശരി, പിണറായിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, മറ്റ് സമസ്ത മേഖലയിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ട് തന്നെ ഞങ്ങളിതിനെ നോക്കിക്കാണും എന്നാണ്. ഓരോ വോട്ടിനെയും ഞങ്ങൾ നോക്കിക്കാണും എന്നാണ് ഈ സന്ദർഭത്തിൽ. താങ്കൾ വളരെ സൂക്ഷിച്ചോളുക. ഇപ്പോൾ സുരേഷ് കുമാർ ഉപദേശിച്ചതെന്ന് താങ്കൾ ആ ഗോൾവാൾക്കറെ ഒന്ന് വായിക്കണമെന്നാണ്. നിങ്ങളിതൊക്കെ വായിച്ചിട്ടുണ്ടാകുന്ന കാര്യം നമുക്കറിയാലോ. പക്ഷെ എന്നാലും അത് പുറത്തേക്ക് പറഞ്ഞ് വലിയ വിവാദം ഉണ്ടാക്കരുത് എന്നൊരു ഉപദേശം സ്നേഹപൂർവ്വം ഞാൻ പറയുകയാണ്. പക്ഷേ നാളത്തേക്കാണ് എല്ലാവരുടെയും കാഴ്ച, എല്ലാവരും നോക്കുന്നത് നാളെയിലേക്കാണ്. നാളെ രാവിലെ മുതൽ നിലമ്പൂരിൽ വോട്ടെണ്ണൽ നടക്കുമ്പോൾ എന്താണ് അവിടെ നിന്ന് വരുന്ന സന്ദേശങ്ങൾ? ജയം തോൽവി എന്നതിനപ്പുറം സ്വരാജ് ജയിക്കുമെന്ന് ഇടതുപക്ഷവും ഷൗക്കത്ത് വിജയിക്കുമെന്ന് UDFും പറയുന്നുണ്ട്. അൻവർ ജയിക്കുമെന്ന് അൻവറും ചില ഇടത്തൊക്കെ പ്രതികരിക്കുന്നതും കണ്ടു. അപ്പോൾ ഇതൊക്കെ വരും. പക്ഷേ ഞാൻ ജയിക്കില്ല, എൻ്റെ വോട്ടൊക്കെ UDFിലേക്ക്, ഷൗക്കത്തിലേക്ക് പോയി എന്ന് BJP സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നാളത്തെ വോട്ടിനെ വിശകലനം ചെയ്യാൻ ഇരിക്കുകയാണ് എല്ലാവരും. അത് നമുക്ക് കാത്തിരിക്കാം. കൈരളി ന്യൂസിൽ തന്നെ നാളെ രാവിലെ മുതൽ തുടരുക. വോട്ടെടുപ്പിൻ്റെ അതാത് നിമിഷത്തെ എല്ലാ വിവരങ്ങളും അതേ പൾസോടുകൂടി കൈരളി ന്യൂസിൽ. എന്തായാലും ന്യൂസിൽ ഇന്ന് പങ്കെടുത്ത അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് PM നിയാസ്, ഒപ്പം ഡോക്ടർ KP പ്രേംകുമാർ, 3 പേർക്കും നന്ദി അറിയിക്കുന്നു. ന്യൂസ് അവസാനിക്കുന്നു.